അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാനുമേലുള്ള സൈനിക നീക്കങ്ങളും അതിനെ തുടർന്നുള്ള പ്രത്യാക്രമണങ്ങളും ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സംഘർഷം വെറുമൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ആയിരക്കണക്കിന് സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ ജീവിതത്തെയും യാത്രയും ഇത് സാരമായി ബാധിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം UAEയിലും മറ്റും വിമാനങ്ങൾ റദ്ദാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് രക്ഷയ്ക്കെത്തുമെന്ന് കരുതുന്നുണ്ടോ? UAEയിൽ മാത്രം ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടു, ആകാശപാതകൾ അടച്ചു. ഈ സാഹചര്യത്തിൽ പലരും ആശ്രയിക്കുന്നത് തങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസിനെയാണ്. എന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി നിങ്ങളെ സംരക്ഷിക്കുമോ? എയർപോർട്ടിൽ കുടുങ്ങിയാൽ ആര് പണം നൽകും? എന്താണ് വാർ എക്സ്ക്ലൂഷൻ ക്ലോസ്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ ആകാശപാതകൾ അനിശ്ചിതത്വത്തിലാണ്. ദുബായ്, അബുദാബി തുടങ്ങിയ പ്രധാന ഹബ്ബുകൾ വഴി യാത്ര ചെയ്യാനിരുന്ന 20,000-ലധികം യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത്. ഇതിൽ സാധാരണ തൊഴിലാളികൾ മുതൽ വൻകിട കമ്പനികളുടെ സിഒമാർ വരെ ഉൾപ്പെടുന്നുണ്ട്. പലരും ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രത്യേക വിമാനങ്ങളെ ആശ്രയിക്കുമ്പോൾ വലിയൊരു വിഭാഗം ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് അന്വേഷണങ്ങൾ എത്തി തുടങ്ങുന്നത്. ഇൻഷുറൻസ് ടെക് കമ്പനികൾ പറയുന്നത് നിലവിലുള്ള ഇൻഷുറൻസ് പോളിസികൾ നീട്ടിക്കിട്ടാൻ യാത്രക്കാർ കൂട്ടത്തോടെ അപേക്ഷിക്കുന്നു എന്നാണ്. കാരണം എത്ര ദിവസം കൂടി അവിടെ തുടരേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. ഇവിടെയാണ് നമ്മൾ ചതിക്കുഴികൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ എടുക്കുന്ന ട്രാവൽ ഇൻഷുറൻസ് പോളിസികൾ വാർ എക്സ്ക്ലൂഷൻ ക്ലോസ് എന്നൊരു ഭാഗമുണ്ട്. ലളിതമായി പറഞ്ഞാൽ യുദ്ധം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി പണം നൽകില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇൻഷുറൻസ് എന്നത് ദൈനംദിന ജീവിതത്തിലെ റിസ്കുകളെ, അതായത് അസുഖങ്ങൾ, അപകടങ്ങൾ, സാങ്കേതിക തകരാറുകൾ കവർ ചെയ്യാനാണ്. എന്നാൽ യുദ്ധം, അധിനിവേശം, ആഭ്യന്തര കലാപം എന്നിവ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കവർ ചെയ്യപ്പെടില്ല എന്നാണ് ഇനി പറയുന്നത്. എയർ റൂട്ട് അടച്ചതുകൊണ്ടുള്ള നഷ്ടം. യുദ്ധം കാരണം വിമാനം റദ്ദാക്കിയാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകില്ല. യുദ്ധമേഖലയിൽ നിന്നുള്ള മാറ്റം. യുദ്ധം മൂലം ഗവൺമെന്റ് നടത്തുന്ന ഒഴിപ്പിക്കൽ നടപടികൾക്കോ നിങ്ങൾ സ്വന്തം നിലയിൽ നടത്തുന്ന യാത്രകൾക്കോ പണം ലഭിക്കില്ല. യുദ്ധം മൂലമുള്ള പരിക്കുകൾ. ഷെല്ലാക്രമണമോ ബോംബാക്രമണമോ മൂലം പരിക്കേറ്റാൽ സാധാരണ ട്രാവൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകില്ല. ഇതിന്റെ അർത്ഥം എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ല. യുദ്ധം നടക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി റദ്ദാകുന്നില്ല. യുദ്ധവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മറ്റു പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിരക്ഷയുണ്ട്. അതായത് സാധാരണ അസുഖങ്ങൾ വന്നാൽ ഇൻഷുറൻസ് ലഭിക്കും. യുദ്ധമേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പനി വരികയോ മറ്റോ അസുഖം വരികയോ ചെയ്താൽ ചികിത്സാ ചെലവ് ഇൻഷുറൻസ് നൽകും. അതുപോലെ യുദ്ധവുമായി ബന്ധമില്ലാത്ത റോഡ് അപകടങ്ങളോ മറ്റോ സംഭവിച്ചാലും പരിരക്ഷ ലഭിക്കും. വിമാനം റദ്ദാക്കിയത് യുദ്ധം മൂലമല്ല, മറിച്ച് കാലാവസ്ഥാ വ്യതിയാനം മൂലമോ എയർലൈനിലെ ജീവനക്കാരുടെ സമരമോ സാങ്കേതിക തകരാറോ മൂലമാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ഫയൽ ചെയ്യാൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് യുദ്ധം നടക്കുന്ന രാജ്യത്താണെങ്കിൽ പോലും നോൺ വാർ റിലേറ്റഡ് മെഡിക്കൽ എമർജൻസീസ് ഇൻഷുറൻസ് കവർ ചെയ്യും. ഇനി നിങ്ങൾ യൂറോപ്പിലേക്ക് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ പശ്ചിമേഷ്യയിലെ പ്രശ്നം നിങ്ങളെ ബാധിക്കില്ല എന്ന് കരുതരുത്. പല വിമാനങ്ങളും ഇറാൻ അല്ലെങ്കിൽ ഇറാഖ് ആകാശപാത വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. ഈ പാതകൾ അടയ്ക്കുമ്പോൾ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ റദ്ദാക്കുകയോ ചെയ്യാം. യൂറോപ്പിലെ ഷെൻജൻ വിസ ലഭിക്കാൻ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. എന്നാൽ യുദ്ധഭീതി കാരണം നിങ്ങൾ യാത്ര സ്വന്തം നിലയിൽ റദ്ദാക്കിയാൽ ഇൻഷുറൻസ് കമ്പനി പണം തിരികെ നൽകില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആദ്യത്തെ ആശ്രയം എയർലൈൻ കമ്പനികളായിരിക്കണം. നിലവിലെ അസാധാരണ സാഹചര്യം പരിഗണിച്ച് പല എയർലൈനുകളും സൗജന്യമായി ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യാനോ റീഫണ്ട് നൽകാനോ തയ്യാറാകുന്നുണ്ട്. UAE ഗവൺമെന്റും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന 20,000-ഓളം യാത്രക്കാർക്ക് താമസവും ഭക്ഷണവും റീബുക്കിംഗ് സൗകര്യവും അവർ ഉറപ്പാക്കുന്നുണ്ട്. അതേസമയം ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ തൊഴിലാളികളും ആശങ്കയിലാണ്. ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായ ഇടവേളകളിൽ അഡ്വൈസറികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഓർക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളെക്കാൾ ഉപരിയായി ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളും എംബസി സഹായവുമാണ് നമുക്ക് തുണയാവുക. ചുരുക്കത്തിൽ, ഒരു അന്താരാഷ്ട്ര യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ പോളിസിയിലെ വാർ എക്സ്ക്ലൂഷൻ നിബന്ധനകൾ കൃത്യമായി വായിക്കുക. നിലവിൽ വിദേശത്ത് കുടുങ്ങിയവർ തങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അത് നീട്ടാൻ ശ്രമിക്കുക. യുദ്ധം ആർക്കും ഗുണകരമല്ല. അത് യാത്രകളെ മാത്രമല്ല, മനുഷ്യജീവനുകളെയും സ്വപ്നങ്ങളെയും കൂടിയാണ് തകർക്കുന്നത്. പശ്ചിമേഷ്യയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.